നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. കോൺഗ്രസിൻ്റെ നേതൃ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ KPCC നേതൃ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളാണ്. സംസ്ഥാനത്തെ 3 പ്രധാനപ്പെട്ട സോണുകളാക്കി, മേഖലകളാക്കി തിരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അതിൻ്റെ ചുമതലകൾ നൽകുന്നു. കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലകൾ, ചെറിയ ചെറിയ മേഖലകൾ തിരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ വളരെ പ്രമുഖരായ നേതാക്കൾക്ക് വരെ ചാർജ് നൽകിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നേടിയ ഒരു വലിയ വിജയം, ആത്മവിശ്വാസവും മുതൽക്കൂട്ടുമായി കോൺഗ്രസിന് മുന്നിലുണ്ട്. അപ്പോൾ ഒരു പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ പാർട്ടിക്ക് പറ്റിയത് ആര് നയിക്കും എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയാണോ ചെന്നിത്തലയാണോ എന്നുള്ള ചോദ്യത്തിന് പാർട്ടിക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ VD സതീശൻ ഇപ്പോൾ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. VDയെ തന്നെ ഒരു ക്യാപ്റ്റനാക്കിക്കൊണ്ടായിരിക്കുമോ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിനുമൊക്കെ ഒരുങ്ങുക എന്നുള്ള വിഷയം നമ്മൾ ആദ്യം സംസാരിക്കുക. നിഷാദ്, കോൺഗ്രസിന് സ്വാഭാവികമായും വലിയ ആത്മവിശ്വാസമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ. അപ്പോൾ ഒരു ലീഡറെ ഇപ്പോഴേ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമല്ല അവർക്കൊരു നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ തോന്നലുണ്ടോ? ലീഡർഷിപ്പിനേക്കാൾ ഉപരി കോൺഗ്രസിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് ഐക്യമാണ്. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു സംഗതി സെറ്റ് ചെയ്യാൻ കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരപരമായ പ്രശ്നം അതിനകത്ത് കാണും. തടസ്സങ്ങൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി ഒരു യൂണിറ്റിയാണ്. അതൊരു അവരുടെ മുമ്പിൽ ഒരു ക്രൈസിസാണ്. അല്ല, അതിലേക്ക് വരുന്നതിന് മുൻപേ ഇപ്പം നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു സാഹചര്യം, കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും ആളുകൾക്കിടയിൽ പലതരത്തിലുള്ള അവമതിപ്പുകളുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി എന്ന് CPIM തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം നമ്മൾ കാണുന്നു. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വലിയ വിജയം കാണുന്നു. പുതുപ്പള്ളിയിൽ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കി. അപ്പോൾ ഈ വിജയങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് സംഘടനാപരമായും രാഷ്ട്രീയമായും വലിയ തോതിൽ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അവരിനി കൂളായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ചോളും എന്ന് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ നമ്മൾ പുറത്തിരുന്നോ അനലൈസ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയും ആ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു പൂർണ്ണ തോതിൽ നേരിടുന്നതിന് സംഘടനാപരമായി ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. എന്നുവെച്ചാൽ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ആ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായെങ്കിൽ തന്നെയും ഉമ്മൻചാണ്ടി കാലങ്ങളായി വിട്ടുകൊടുക്കാത്ത ഒരു മണ്ഡലം, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉണ്ടായിട്ടുള്ള വൈകാരിക അന്തരീക്ഷം അതിൻ്റെ പ്രതിഫലനമാണ്. തൃക്കാക്കരയിൽ നമുക്കറിയാവുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമെന്ന് വെച്ചാൽ കേരളത്തിലെ VD സതീശനെയും അല്ലെങ്കിൽ K സുധാകരനെയും കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള ഒന്നല്ല. ഭരണവിരുദ്ധ വികാരം ഒരു വശത്തുള്ളപ്പോൾ തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്താൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബഹുഭൂരിപക്ഷം സീറ്റുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് കരസ്ഥമാക്കാൻ കഴിയുന്നത്. ഇതൊന്നും കേരളത്തിൽ കോൺഗ്രസ് CPMന് ബദലായി CPMനോട് മുട്ടാൻ കഴിയുന്നൊരു ശക്തിയായി ഉയർന്നു വന്നു എന്നതിൻ്റെ സൂചകങ്ങളായി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ കാണണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറേ ഫാക്ടേഴ്സ് എടുക്കുക. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മേജർ ഫാക്ടറായി പ്രവർത്തിച്ചു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന കാര്യം കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട്. CPMനെയും CPMൻ്റെ ലീഡേഴ്സിനെയും സർക്കാരിനെയും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് ഉള്ള ഏറ്റവും മികച്ച ബദലിന് ആളുകൾ വോട്ട് ചെയ്യണം എന്നാണ് കണ്ട കാര്യം. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഓഫ് കോഴ്സ് BJPക്ക് ഒരാൾ ജയിച്ചു. തൃശ്ശൂരിലല്ലാതെ ഒരു നിലയ്ക്കും BJPയുടെ കാൻഡിഡേറ്റ്സ് വിജയിക്കാൻ സാധ്യതയില്ല എന്നുറപ്പുള്ളിടത്ത് പോലും കോൺഗ്രസിനെ വോട്ട് ചെയ്യാതെ ആളുകൾ എവിടെ വോട്ട് ചെയ്തു? BJPക്ക് വോട്ട് ചെയ്തു. അത് കോൺഗ്രസിൻ്റെ വലിയ തോൽവിയാണ്. ഓക്കെ, CPMനെ നമ്മൾ കുറ്റം പറയാം, നമ്മൾ കുറേ തവണ പറഞ്ഞല്ലോ. കോൺഗ്രസിൻ്റെ വലിയ പരാജയമാണ്. എന്തുകൊണ്ട്? പിണറായി വിജയനോടും CPMനോടും വിരോധമുള്ള ആളുകളുടെ വോട്ട് കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിഞ്ഞില്ല. ആലത്തൂരിൽ BJPയുടെ കാൻഡിഡേറ്റ് ജയിക്കുമെന്നൊരു ഉറപ്പുമില്ല, പക്ഷേ അവിടെ BJPക്ക് ആളുകൾ വോട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ ആലപ്പുഴയിൽ അവിടെ കോൺഗ്രസിൽ KC വേണുഗോപാലിന് ആണ് ജയമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ട് കൂടി ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് വർദ്ധിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ പല മണ്ഡലങ്ങൾ കണ്ടു. ആറ്റിങ്ങൽ മുതലുള്ള മണ്ഡലങ്ങളിൽ പോട്ടെ, ആറ്റിങ്ങലിൽ അവർക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു വെക്കാം. പക്ഷേ ഞാൻ പറയുന്ന ഒന്ന്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മൊത്തം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത വിധം ജയിക്കുമെന്ന് ഉറപ്പുള്ള കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നില്ല എന്ന് വെച്ചാൽ BJPയിലേക്ക് ഇവിടുത്തെ വോട്ടുകൾ മാറുന്നു. അപ്പോൾ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിനകത്ത് വളരെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചും അത് വളരെ അലാമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല? മറ്റു പല സംസ്ഥാനങ്ങളിലെയും എന്നപോലെ കോൺഗ്രസിൽ നിന്നും വരേണ്ട വോട്ടുകൾ എന്തുകൊണ്ട് അപ്പുറം പോകുന്നു? കോൺഗ്രസ് ചിന്തിക്കേണ്ട പ്രധാന സംഗതിയാണ്. അതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഈ ക്യാമ്പിൽ എന്തുമാത്രം ഡിസ്കഷൻസ് നടക്കുന്നു? ഇപ്പോൾ എന്താണ്
കെ മുരളീധരൻ കോൺഗ്രസിനോട് വൃത്തിയായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു അബദ്ധ വിജയമല്ല ഇവിടുത്തെ തൃശ്ശൂരിലേത്. ഏതെങ്കിലും നിലയ്ക്ക് ആളുകളെ ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്ക് കണ്ടിട്ട് വിജയിപ്പിച്ചതല്ല. എല്ലാ വിഭാഗം ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട്. BJP ഒരു അസ്പർശ്യതയുള്ള അൺടച്ചബിൾ പാർട്ടി അല്ലാതായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് ഉൾക്കൊള്ളുമോ? നമ്മളെപ്പോഴും CPM-നോട് പറയുമല്ലോ, നിങ്ങൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കണം. നിങ്ങൾ ലെഫ്റ്റിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്നാണ്, ആ പൊളിറ്റിക്സ് പറയണം. ബാക്കി എല്ലാ ഗിമ്മിക്കുകളെയും സമവാക്യ നാടകങ്ങളെയും മാറ്റണം. കോൺഗ്രസ്സിന് ആ കാര്യത്തിൽ ചില സൂചനകൾ നൽകുന്നുണ്ട്. അത് BJP അവരുടെ ആദ്യമായിട്ടൊരു വിജയം നേടിക്കഴിയുമ്പോൾ CPM-നെ പോലെ കോൺഗ്രസ്സിനും ഇനി നമ്മുടെ ശരിയുടെ രാഷ്ട്രീയം പറയാതെ ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ നമുക്ക് കേരളത്തിലെ നമ്മുടെ സ്പേസ് ഗ്രൗണ്ട് നിലനിർത്താൻ കഴിയുന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ, കോൺഗ്രസ് അവരുടെ ക്യാമ്പിൽ ആലോചിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഇല്ലെങ്കിൽ വലിയ പാടായിരിക്കും. നമ്മൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ VD സതീശൻ പറയുന്നുണ്ട്, ഏറ്റവും താഴെ തട്ടിലെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കണം, അവയെ അഡ്രസ്സ് ചെയ്യുന്ന സമരങ്ങളുണ്ടാവണം, ആ നിലയ്ക്കുള്ള പ്രവർത്തനം ഉണ്ടാവണം. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് എപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ അതിൻ്റെ ബാലാരിഷ്ടത എന്ന് പറയുന്ന സംഗതി സംഘടന താഴെ തട്ടിൽ ഇല്ല എന്നതാണ്. നേതൃതലത്തിൽ ആളുകൾ കാണുന്ന യൂണിറ്റി പ്രശ്നം മാറ്റി നിർത്തിയാൽ താഴെ തട്ടിൽ സംഘടനാപരമായി അതിനെ വളർത്തിക്കൊണ്ടുവരാൻ, ഏറ്റവും താഴെ തട്ടിൽ പാർട്ടിയെ വളർത്തും, സംഘടന കെട്ടിപ്പടുക്കും, ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുമെന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ് കെ സുധാകരൻ KPCCയുടെ അധ്യക്ഷനാവുന്നത്. പക്ഷേ കെ സുധാകരന് കോൺഗ്രസിനെ സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് നമ്മൾ കാണുന്ന കാര്യം. നിരന്തരം അദ്ദേഹം വിവാദത്തിൽപ്പെടുന്നു, അദ്ദേഹത്തിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം വന്നതിന് ശേഷവും സംഘടനയ്ക്കകത്ത് പലവിധ പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, ഇപ്പോൾ കെ മുരളീധരൻ പോലും ഇപ്പോൾ ഈ മൊത്തം ടോട്ടൽ പ്രോസസ്സുമായി സഹകരിക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം CPM-ക്കാണ് ഏറ്റവും താഴെ തട്ടിപ്പോലും കേരളത്തിൻ്റെ ഏത് കോണിലും കമ്മിറ്റിയുണ്ട്, പ്രവർത്തിക്കാൻ ആളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് താഴെ തട്ടിൽ സംഘടനയില്ല എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ താഴെ തട്ടിൽ സംഘടന ഉണ്ടാകുമ്പോഴാണ് പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കാനും പ്രാദേശിക വിഷയങ്ങളിൽ സമരം നയിക്കാനും ഒക്കെ കഴിയുക. ആ പ്രശ്നത്തെ കോൺഗ്രസ് എന്തുമാത്രം ശരിയാവണ്ണം കൈകാര്യം ചെയ്യുന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അതുകൂടി ഇത്രയും കാലം കൊണ്ട് അവർക്ക് ബെറ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർ നേരിടാൻ പോകുന്ന പ്രശ്നം അത് ചെറുതായിരിക്കില്ല. CPM-നെ സംബന്ധിച്ച് CPM ശരിയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് എങ്ങനെയായിരുന്നാൽ തന്നെയും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ വീണു പോകാതിരിക്കാൻ കഴിയുന്ന അന്തരീക്ഷവും അറ്റ്മോസ്ഫിയറും അവരുണ്ടാക്കിയിട്ടുണ്ട്. അവർക്കത് ഉണ്ട് താനും. ഓക്കെ, അത് കാണേണ്ട കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണേണ്ടതായിരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ അല്ലെങ്കിൽ LDF-നെ സമ്പൂർണ്ണമായും പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു വേവ് ഉണ്ടാക്കാൻ കഴിയുന്ന സിറ്റുവേഷനൊക്കെ പോയി. കാരണം നമ്മൾ ഈ ഡീലിമിറ്റേഷൻ കഴിഞ്ഞ ശേഷം അങ്ങനെ സമ്പൂർണ്ണമായ പതനം എന്നത് തന്ത്രപരമായി തന്നെ CPM ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാം സ്മൂത്തായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ട് ആളുകൾ വന്ന് ഞങ്ങൾക്കങ്ങ് വോട്ട് ചെയ്ത് മറിച്ചോളും, ഞങ്ങളങ്ങ് ജയിച്ചോളും എന്ന ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പോൾ VD സതീശൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് പറയുമ്പോൾ VD സതീശനും ആളുകൾക്ക് ഇപ്പം പിണറായി വിജയനെ നമ്മൾ കാണുക. പിണറായി വിജയൻ ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വരുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവന്നു. ഈ വലിയ തോതിൽ UDF സർക്കാരിനെതിരായിട്ടുള്ള വലിയ അവിശ്വാസം കൊണ്ടുവന്നു. അതിനുശേഷം പിണറായി വിജയൻ ഒരു നവകേരള മാർച്ച് സംഘടിപ്പിക്കുന്നു. LDF വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയാവാൻ പോകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കി. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ ഒരു രക്ഷാകർതൃ ബിംബം എന്നതിലേക്ക് വലുതാവുകയും ആളുകൾക്ക് അദ്ദേഹത്തോടുള്ള പ്രിയം കൂടുകയും ചെയ്തു. അങ്ങനെയാണ് ചരിത്രത്തിലാദ്യമായി ഒരു തുടർഭരണം എന്നത് ഉറപ്പാക്കാനൊക്കെ കഴിയുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് അഴിമതിക്കെതിരായിട്ടുള്ള കുരിശുയുദ്ധം നടത്തുന്ന, കോംപ്രമൈസ് ഇല്ലാത്ത, മറ്റ് ആഭ്യന്തര താല്പര്യങ്ങളില്ലാത്ത ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കാൻ VD സതീശൻ എന്തുമാത്രം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ടീമും റീത്തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയും. ഒരു രക്ഷാകർതൃ ബിംബം എന്ന നിലയ്ക്ക് VD സതീശനെ ഒറ്റയ്ക്ക് എടുത്തു വെച്ചാൽ, ഒരു ക്രൗഡ് പുള്ളർ, അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്നാൽ എന്തുമാത്രം ആളെ കൂട്ടാൻ കഴിയും. അങ്ങനെ പിണറായി വിജയൻ മോശക്കാരനാണെന്ന് പറയുന്ന എത്ര ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ താഴെ പിണറായി വിജയനുമായിട്ട് എതിർത്ത് ഒരുപാട് കമൻറ്റ്സ് കാണാൻ പറ്റും. VD സതീശൻ വന്നാലാണ് രക്ഷ എന്ന കമൻറ്റ് ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി, ഞാൻ അതിനെക്കുറിച്ച് മാത്രം പറയുകയാണ്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും ഒരൊറ്റ നേതാവ് എന്ന നിലയ്ക്കും അദ്ദേഹത്തിന് എന്തുമാത്രം ഉയരാൻ കഴിയും, കോൺഗ്രസിൻ്റെ എല്ലാ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും മേലെ ജനങ്ങളുടെ പ്രതീക്ഷയായി നിൽക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിൽ അദ്ദേഹം ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ആളുകൾ അദ്ദേഹത്തെ കാണുന്നത് കോൺഗ്രസിലെ രണ്ട് ചേരികളിൽ ഒന്നിൻ്റെ നേതാവ് എന്ന നിലയ്ക്കാണ്, നിരന്തരമായ ആഭ്യന്തര സംഘർഷങ്ങളുടെ ഒരു വശത്ത് നിൽക്കുന്ന നേതാവ് എന്ന നിലയ്ക്കാണ്. അതിനപ്പുറം കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ മൊത്തം വഹിക്കുന്ന, കോൺഗ്രസിലെ എല്ലാ ആഭ്യന്തര തർക്കങ്ങൾക്കും മേലെ കോൺഗ്രസിനകത്ത് ഏറ്റവും ജനകീയനായ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം വളർന്നു സംശയം. കാരണം ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു, കരുണാകരൻ എങ്ങനെയായിരുന്നു. കരുണാകരൻ ഒരു പക്ഷത്ത് നിൽക്കുമ്പോഴും കോൺഗ്രസിലെ ഏറ്റവും സർവാദരണീയനും സ്വീകാര്യനുമായ നേതാവായിരുന്നു. ഉമ്മൻചാണ്ടി ഒരു പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലെ ഏറ്റവും സ്വീകാര്യനായ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾക്ക് മേലെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മേലെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ?
കഴിഞ്ഞിട്ട് അതിന് മാത്രമുള്ള വിജയങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വിജയങ്ങൾ വി.ഡി. സതീശന് മാത്രം ക്രെഡിറ്റിൽ എഴുതാൻ കഴിയുന്നതല്ല. അതിൻ്റെ സാഹചര്യം തന്നെ ഡിഫറൻ്റാണ്. അദ്ദേഹത്തിന് സ്വന്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരിക്കും. ആ വെല്ലുവിളി അദ്ദേഹത്തെ ഈ സങ്കീർണതകൾക്കിടയിലൂടെ എങ്ങനെ നിർവഹിക്കുന്നു എന്നതിനെക്കുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്നത് കാണാൻ കഴിയുക. കോൺഗ്രസ്സുകാർക്ക് തോന്നണം, ഇപ്പോൾ കെ മുരളീധരൻ ഇപ്പോഴും സഹകരിക്കുന്നില്ല എന്തിനോട്, ഇപ്പോഴത്തെ ഈ നടപടി ഈ പറയുന്ന ആക്ടിവിറ്റീസിനോട് സഹകരിക്കുന്നില്ല. മറ്റ് പല ആളുകൾക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും പൂർണ്ണമായും സെറ്റായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സംഘടന എന്ന നിലയ്ക്ക് അവർക്ക് ഇനിയും കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഞങ്ങളല്ലാതെ BJP എന്നൊരു പാർട്ടി ഇവിടെ ഉദയം ചെയ്തിരിക്കുന്നു, ആ പാർട്ടിയിലും ആളുകൾക്ക് വോട്ട് ചെയ്യാൻ മടിയില്ലാതായിരിക്കുന്നു എന്ന പ്രശ്നം ഏറ്റവും സീരിയസ് ആയി ഡിസ്കസ് ചെയ്യേണ്ട ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയാണ്. അജംസ് നിഷാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPM എന്ന ടാർഗറ്റിനപ്പുറത്തേക്ക്, കൂടുതൽ സീറ്റ് നേടുക എന്ന ടാർഗറ്റിനപ്പുറത്തേക്ക് BJP എന്ന വെല്ലുവിളിയെ എങ്ങനെ മറികടക്കാൻ കഴിയും കോൺഗ്രസിന്? അങ്ങനെ കാര്യമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ 2001 UDF സർക്കാർ വരുന്നത് 140-ൽ 100 സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന AK ആൻ്റണി അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലമുണ്ട്. അതിനുശേഷം യഥാർത്ഥത്തിൽ കോൺഗ്രസോ UDFോ ആധികാരികമായിട്ട് കേരളത്തിലെ അസംബ്ലി ജയിച്ചിട്ടില്ല. 2014 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. അത് ജയിച്ചത് എന്നതിനപ്പുറം VS ആരോ തോൽപ്പിച്ചതാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഉണ്ടായിരുന്നു. കാരണം VS തുടർഭരണം ലഭിക്കരുതെന്ന് ആരോ തീരുമാനിച്ച് തോൽപ്പിച്ച് കളഞ്ഞതുപോലെ തോന്നുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. ഇതിൽ പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെ ഈ BJPയുടെ വളർച്ച എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിൽ പണ്ട് EMS പറഞ്ഞതുപോലെ 2 തരം രാഷ്ട്രീയം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മാർക്സിസ്റ്റ് രാഷ്ട്രീയം, ഒന്ന് മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം. അത് EMS അങ്ങനെ തന്ത്രപരമായി വ്യാഖ്യാനിച്ചാണ് അതിനെ. അപ്പോൾ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് വലതുപക്ഷ വോട്ടുകളാണ്, അതായത് വലതുപക്ഷ മൂല്യങ്ങൾ പേർന്ന വോട്ടുകളാണത്. ഇന്നത് 2 പാർട്ടികളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കുറേ വോട്ടുകൾ അത് കോൺഗ്രസ്സിലുണ്ട്, കുറേ വോട്ടുകൾ BJPയിലുമുണ്ട്. അതിൽ ആ വോട്ട് ബാങ്കിൽ, ഈ വലതുപക്ഷ വോട്ട് ബാങ്കിൽ BJP നടന്ന മുന്നേറ്റം അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പോലും വലതുപക്ഷത്തേക്ക് മാറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ കഴിയില്ല. ആലപ്പുഴയിലും ആറ്റിങ്ങലിലും അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ BJP കാർന്നു തന്നുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒരുപോലെ കാർന്നു തന്നുന്നുണ്ട് എന്നാണ് അതിൻ്റെ കാരണം. അതിന് പല സാമൂഹിക കാരണങ്ങൾ നമുക്കറിയാം, നമ്മളത് നിരവധി തവണ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ 2 വട്ടം അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന കോൺഗ്രസ് സാധാരണ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDFന് വലിയ മേൽക്കൈ ഉണ്ടാവാറില്ല എന്ന് അവർ പറയും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കാര്യമായ മേൽക്കൈ ഒരിക്കലും ഉണ്ടാവാറില്ല എന്ന് അവർ പറയുന്നത് പോലെ UDF പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അങ്ങനെ അത്ര വലിയ മേൽക്കൈ ഉണ്ടാവാറില്ല. അതിൻ്റെ കാരണം അടിത്തട്ടിൽ സംഘടനയില്ലാതാണ് നിഷാദ് വിശദീകരിച്ചതുപോലെ. പക്ഷേ ഇപ്പോൾ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ എടുത്തിട്ടുള്ള ഈ തീരുമാനം, ഒരു മിഷൻ 2025, അത് യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതല്ല, അത് അസംബ്ലി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് പോകണമെങ്കിൽ അവരെ സംബന്ധിച്ച് സംഘടന കെട്ടിപ്പടുക്കണം. അപ്പോൾ സംഘടന കെട്ടിപ്പടുക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നതാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ. പക്ഷേ ഈ നാളത്രയും ഇപ്പോൾ 3-4 വർഷമാറായി ഇതുവരെയായിട്ടും അദ്ദേഹത്തിന് ഒന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ താഴെത്തട്ടിൽ സംഘടന കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ V.D. സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? പ്രാദേശിക തലത്തിൽ സമരങ്ങളും പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവരിക, പ്രാദേശികമായി സമരങ്ങൾ നടത്തുക, പ്രാദേശികമായി സംഘടന ഉണ്ടാക്കുക. അതായത് ഈ സമരം ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? കോൺഗ്രസ്സിന് അടിത്തട്ടിൽ സംഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് വോട്ട് ചോദിച്ചൊരു വീട്ടിൽ ചെല്ലാൻ അവിടെ ആളുണ്ടാവും, ബൂത്തിലിരിക്കാൻ ആളുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ഇതുകൊണ്ട് മാത്രം ഇപ്പോൾ 2026 അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഇലക്ട്രൽ ഡെമോഗ്രഫി, ഇലക്ട്രൽ ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞ് 23 വർഷത്തിനിടെ മാറിപ്പോയി. അതിൻ്റെ നിഷ അവിടെ സൂചിപ്പിച്ചതുപോലെ 2009 ഡീലിമിറ്റേഷൻ ഒരു കാരണമാണ്. ഡീലിമിറ്റേഷൻ കാരണം ഇപ്പോൾ തൃശ്ശൂർ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു കരുണാകരൻ്റെ കാലത്ത്. തൃശ്ശൂർ ഒറ്റ സീറ്റില്ല കോൺഗ്രസ്സിന് അസംബ്ലി സീറ്റുകളിൽ. ഇനി നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് പോവുക, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഇങ്ങനെയുള്ള ജില്ലകൾ എടുക്കുക. കോൺഗ്രസ്സിന് എന്ത് പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്? അവിടെ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കോൺഗ്രസ് ഉണ്ടില്ല. ഞാൻ മലബാറിലേക്ക് വരാം. കൊല്ലത്തുണ്ടില്ല? കൊല്ലത്തുണ്ട്. കുണ്ടറ PC വിഷ്ണുനാഥുണ്ട്. അല്ല, മറ്റേ കുണ്ടറ അല്ലാതെ ഒരു സീറ്റ് കൂടെ ഉണ്ടല്ലോ നമ്മുടെ കൊല്ലത്ത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഇതെന്താണ്, കോവളത്ത് മാത്രം, കോവളത്തൊരു സീറ്റുണ്ട്, നമ്മുടെ കൊല്ലത്ത് കരുനാഗപ്പള്ളിയുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മലബാറിലേക്ക് വന്നാൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ അല്ല, കോൺഗ്രസിൻ്റെ ഒരു പ്രോസ്പെക്ട്സ് എന്താണ്? അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ V.D. സതീശന് കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം ഉണ്ടായ തിരഞ്ഞെടുപ്പാണ്. വൻ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ അവിടെ ജയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സഹതാപ തരംഗം കൊണ്ട് മാത്രം അവിടെ വിജയിച്ചതല്ല. അവിടെ V.D. സതീശൻ
കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങളിവിടെ മത്സരിക്കാമെന്നും, കാരണം ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരെഴുതി കാണിച്ചത് അയാൾ വോട്ട് ചെയ്യുമായിരുന്നു പുതുപ്പള്ളിയിൽ. എന്നിട്ട് പോലും ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടിനോ മറ്റാണ് ഉമ്മൻചാണ്ടി ജയിച്ചത്. വെറും 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഉമ്മൻചാണ്ടി അവസാന തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. എങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ സഹതാപ തരംഗത്തിൻ്റെ പേരിൽ ചെന്നാൽ അവിടെ ജയിക്കുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. വി ഡി സതീശൻ അവിടെ ചെയ്തത് അത് വി ഡി സതീശൻ്റെ കൂടി കഴിവാണെന്ന് ഞാൻ പറയും. വി ഡി സതീശൻ അവിടെ ചെയ്ത് അവിടെ സംഘടന ഉണ്ടാക്കിയെടുത്തു. അവിടെ സംഘടന ഉണ്ടായിരുന്നില്ല, അവിടെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുള്ളൂ, കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് സംഘടന ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവിടെ ജയിച്ചത്. അതുകൊണ്ടാണ് അത്ര ഭൂരിപക്ഷം അവിടെ ലഭിച്ചത്. അപ്പോൾ അങ്ങനെ അടിത്തട്ടിൽ സംഘടന കെട്ടിപ്പടുത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് ഈ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും വി ഡി സതീശൻ വിജയകരമായി ആവിഷ്കരിച്ച് നടപ്പാക്കിയ തന്ത്രമാണ്. പക്ഷേ ഈ 2 മണ്ഡലങ്ങൾ പോലെയല്ല. ഈ 2 മണ്ഡലങ്ങളും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ദൗത്യം എന്താണ്? ഈ 40-ൽ നിന്നൊരു 90 എത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഈ തെക്കൻ കേരളത്തിലെ ഈ ജില്ലകളിലും മലബാറിലും അവർക്ക് സീറ്റുണ്ടാക്കണം. മലബാറിൽ CPM-നെ തോപ്പിച്ച് സീറ്റുണ്ടാക്കണം. പിണറായി വിജയൻ്റെ 2ാം സർക്കാരിനോട് ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നിരിക്കെ ആ വോട്ട് കോൺഗ്രസ്സിന് വാങ്ങിയെടുക്കാൻ കഴിയണം. പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറയാൻ ആളുണ്ടാവണം. അതുണ്ടാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെയാണ് സാധിക്കുക. അത് നല്ലൊരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൂടെ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസ്സിന് സംഘടന ഉണ്ടാക്കി അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ആ സമയമാകുമ്പോഴത്തേക്ക് താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകരുണ്ടാവുക. സൈഫുദ്ദീൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റാത്ത ആളുകളാണ് ഖദറിട്ട ആളുകൾ. എനിക്കത് വളരെ എവിഡൻ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. മുമ്പൊക്കെ ഒരു 10-15 വർഷം മുമ്പൊക്കെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 20 പേരെ കണ്ടാൽ ഒരു 5 പേരെങ്കിലും ഖദർധാരികളായിരിക്കും. ഓരോ ടൗണിലും ഓരോ ടൗണിലും ഖദറിട്ട ആളുകളുണ്ടാവും. നിങ്ങൾ ഖദറിട്ട ആളുകളെ കാണുന്നുണ്ടോ? കാണുന്നേ ഇല്ല. ഖദർധാരികൾ, ഖദർ വസ്ത്രം കേരളത്തിൽ അപ്രതിഷ്ഠാവുന്നതിൻ്റെ കാരണം കോൺഗ്രസ് ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇല്ലാതാവുന്നതാണ് അതിൻ്റെ കാരണം. കാരണം എന്ന് വെച്ചാൽ ഖദർ എന്ന് പറയുന്ന ഒരു യൂണിഫോമാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുക എന്നുള്ള അവരൊരു ഇതാണ്. അതോ കോൺഗ്രസ്സുകാർ ഖദർ ഒഴിവാക്കിയോ? പുതിയ തലമുറ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ തലമുറ അത് ഒഴിവാക്കുന്നുണ്ട്. അതിനപ്പുറം കോൺഗ്രസ്സുകാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആളെ ഒരു കോൺഗ്രസ്സുകാരാണ് നമുക്ക് തോന്നുന്നപ്പോഴാണ്, അവർ വെള്ളമിട്ട് നടക്കുമ്പോഴാണ്. അപ്പം അങ്ങനെയിട്ടുള്ള ആളുകളെ കാണുന്നില്ല. അത് കോൺഗ്രസ്സുകാർ സമൂഹത്തിൽ ഇല്ലാതാവുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഈ ഒരു അപകടം മനസ്സിലാക്കിയ കോൺഗ്രസ് അത്തരം പാർട്ടി കെട്ടിപ്പടുത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അത് ജയിച്ചില്ലെങ്കിൽ പോലും അസംബ്ലിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ അതുകൊണ്ട് കഴിയുന്നതായിരിക്കും പ്രതീക്ഷിക്കുക. തീർച്ചയായും. അപ്പോൾ വെല്ലുവിളികൾ ഏറെയുണ്ട്. അതെല്ലാം മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഒരു പുതിയ ഇലക്ഷനിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്.